ഹലോ ഗൈസ്, ഇപ്പോൾ ഇന്നലെ കോട്ടയത്തെ CMS കോളേജിൽ വെച്ച് എൻ്റെ അനിയത്തിക്ക് CA ഫൗണ്ടേഷൻ്റെ എക്സാം ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നുകൊണ്ടും പിന്നെ വേറെ പണിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ടും ഞാനും അമ്മയും കൂടെ അവളുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 5 മണി വരെ ആയിരുന്നു കേട്ടോ പരീക്ഷ. തന്നെ പൊക്കോളാമെന്ന് പറഞ്ഞതൊക്കെയാണ്. എന്നാലും കോളേജൊക്കെ ഒന്ന് ചുറ്റി കാണുകയും ചെയ്യാം, പിന്നെ കുറച്ച് സാധനങ്ങളും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവളുടെ കൂടെ പോകുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും ഒരു 1:15 സമയമൊക്കെ ആയിരുന്നു. എക്സാം ഹാളിൽ 1:30 ആകുമ്പോൾ കയറണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളങ്ങനെ പതുക്കെ നടന്ന് ചെല്ലുമ്പോഴാണ് ഒരു ഫാമിലി ഞങ്ങളോട് പറയുന്നത് അവിടെ എല്ലാവരെയും കയറ്റി പേപ്പറൊക്കെ കൊടുക്കാൻ തുടങ്ങിയെന്ന്. അത് കേട്ടപ്പോൾ അനിയത്തിക്ക് ഭയങ്കര ടെൻഷനായി. സാധാരണ അത്രയും നേരത്തെ ഒന്നും അങ്ങനെ ഹാളിലോട്ട് കയറ്റാത്തതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്നലെ എല്ലാവരെയും നേരത്തെ കയറ്റിയെന്ന് പറഞ്ഞു. അതും പേപ്പർ കൊടുത്തും കൊണ്ടെന്ന് പറയും കൂടെ ചെയ്തപ്പോഴത്തേനും അവൾക്കാകെ ടെൻഷനായി. ഞങ്ങളെല്ലാവരും ഒന്ന് പേടിച്ചു കേട്ടോ. ഇനി ടൈം എങ്ങാനും മാറിപ്പോയോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവർ നേരത്തെ പിള്ളേരെ എല്ലാവരെയും കയറ്റിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എക്സാം പഴയ പോലെ 2 മണിക്ക് തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അവൾ കയറിയും കഴിഞ്ഞിട്ട് പിന്നെയും കുറേ പേര് വരുന്നുണ്ടായിരുന്നു. വെറുതെ അവർ കാരണം ഞങ്ങൾ വെറുതെ കുറച്ച് സമയം പേടിച്ചു കേട്ടോ. എന്തായാലും അവൾ എക്സാം ഹാളിൽ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇനി കുറേ സമയം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആ കോളേജൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. എല്ലാം തിന്നുകൊണ്ട് അമ്മ അതുവഴിയൊക്കെ ഓടി നടക്കുമായിരുന്നു കേട്ടോ. ശരിക്കും ഒരു കൊച്ചിനെയും കൊണ്ട് വന്ന പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അധികം ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ പൊതുവെ എക്സാമിന് വന്നവരുടെ എണ്ണവും ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. വീഡിയോയ്ക്ക് ഇരിക്കാൻ വലിയ പ്രയാസം. എനിക്ക് അമ്മയുടെ കൂടെ ഓരോ സ്ഥലത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാകും അമ്മ ഭയങ്കര ഫണ്ണിയും ക്യൂട്ടുമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയുടെ കൂടെ ഓരോ സ്ഥലത്തേക്കൊക്കെ പോകാൻ. എവിടെ പോയി? ആ കടലപ്പൊതിയും പിടിച്ചുകൊണ്ട് ആ കോളേജ് മുഴുവൻ അമ്മ ഓടി നടന്നു കേട്ടോ. അതിന് കുറേ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അമ്മ കടല കഴിപ്പ് അവസാനിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാലും അനുസരിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അമ്മ ശരിക്കും ഒരു തൃശ്ശൂർക്കാരിയാണ് കേട്ടോ. അമ്മേനെ കോട്ടയത്തേക്ക് കെട്ടിച്ചുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് അമ്മയുടെ സംസാരമായാലും അമ്മയുടെ ഭക്ഷണ രീതികളാണേലും ഒക്കെ ഈ കോട്ടയവും തൃശ്ശൂരിൻ്റെ ഒക്കെ ഒരു മിക്സാണ്. അമ്മയ്ക്ക് 18 വയസ്സുള്ളപ്പോഴാണ് കേട്ടോ അമ്മേനെ ഇങ്ങോട്ടേക്ക് കെട്ടിച്ചു വിടുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് അമ്മയുടെ സ്വന്തം നാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മേനെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷമായിട്ട് കാണുന്നത് എപ്പോഴും തൃശ്ശൂർ വെച്ചാണ് കേട്ടോ. അവിടെ അമ്മയുടെ ബന്ധുക്കാരുടെ ഒക്കെ ഒപ്പം ആയിരിക്കുമ്പോഴാണ് അമ്മ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കായാലും കോട്ടയത്തേക്കാൾ കൂടുതൽ ഇഷ്ടം തൃശ്ശൂരിനോടാണ്. അതുകൊണ്ട് എപ്പോൾ അവധി കിട്ടിയാലും വേഗം അടുത്ത ട്രെയിൻ പിടിച്ച് ഞങ്ങൾ തൃശ്ശൂരേക്ക് പോകും.